മേക്ക് ഇൻ കേരള ഇന്ന് പരിചയപ്പെടുത്തുന്നത് അബാദ് ഫിഷറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. ചെമ്മീൻ, കൊഞ്ച്, കണവ, കൂന്തൽ, പലതരത്തിലുള്ള മീനുകൾ ഇവയെല്ലാം പ്രോസസ്സ് ചെയ്ത് ഫ്രോസൺ അവസ്ഥയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റാണിത്. നമ്മുടെ അരൂർ, ആലപ്പുഴ മേഖല നോക്കുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള എക്സ്പോർട്ട് യൂണിറ്റുകളുള്ള ഒരു സ്ഥലമാണ്. അവിടെ തന്നെയാണ് നമ്മുടെ അബാദ് ഫിഷറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനവും സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കേരള തീരമേഖലയിൽ നിന്നും ഒപ്പം അന്യ സംസ്ഥാനങ്ങളിലെ തീരമേഖലയിൽ നിന്നും ഇവർ മത്സ്യ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അരൂരുള്ള അബാദിന്റെ ഈ ഒരു യൂണിറ്റിൽ സീ ഫുഡ് ഐറ്റംസ് എത്തിച്ച് അത് പ്രോസസ്സ് ചെയ്ത് വിവിധ ഘട്ടങ്ങളിലൂടെ പാക്കിംഗ് സെക്ഷനിൽ എത്തിച്ച് പാക്ക് ചെയ്ത് എക്സ്പോർട്ടിന് തയ്യാറാക്കുന്നു. ഈ ഒരു വിവിധ ഘട്ടങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അബാദ് ഫിഷറീസിന്റെ പ്രോസസ്സിംഗ് പ്ലാന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ഓരോ സ്ഥലത്തു നിന്നും ശേഖരിക്കുന്ന കടൽ വിഭവങ്ങൾ, അതിൽ ചെമ്മീൻ, കൊഞ്ച്, കൂന്തൽ, പലതരത്തിലുള്ള മീൻ വിഭവങ്ങൾ ഇതെല്ലാം ഇവിടെ എത്തിച്ച് ക്ലീൻ ചെയ്ത് അത് കോൾഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് അതിന് ഓരോ സ്ഥലത്തേക്കും ആവശ്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മളെ സഹായിക്കാൻ ഇവിടുത്തെ ഡയറക്ടർ ഫറാസ് ജാവേദ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹമാണ് ഇവിടെ മൊത്തം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ തുടങ്ങാം. ഓക്കെ, കൈയൊക്കെ നല്ല വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വേണം ഉള്ളിലേക്ക് പോകാൻ. അപ്പൊ ഇവിടെയാണ് ഓരോ സ്ഥലത്തുനിന്ന് എത്തിക്കുന്ന ഫിഷ് ഒക്കെ സൂക്ഷിക്കുക അല്ലേ? അതെ. അപ്പൊ ഇതിപ്പോ വന്നിരിക്കുന്ന വെനമായി ചെമ്മീനാണ്. ഇതുള്ളത് ഒരു ഇൻട്രൊഡ്യൂസ് സ്പീഷിയാണ്. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ സ്പീഷിയല്ല. ഇത് പസഫിക് റീജിയനിൽ നിന്ന് വരുന്ന ഒരു ചെമ്മീനാണ്. പസഫിക് ഓഷനിൽ നിന്ന് വരുന്ന ഒരു ചെമ്മീനാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ ഇതൊരു വൻ വിജയമായിട്ട് ഇരിക്കുകയാണ് ഈ ഒരു ചെമ്മീൻ. ഇപ്പം നമ്മൾ ഇതുള്ളത് പെട്ടെന്ന് ഗ്രോ ചെയ്യും. ഇത് ഫാംഡ് ആണ്. അപ്പോൾ ഈ ചെമ്മീനുള്ളത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ബ്രോയിലർ ചിക്കനെ പോലെ തന്നെയാണ് ഒരു ബ്രോയിലർ പ്രോൺസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്. പക്ഷേ ഒരു വെനമായി ചെമ്മീൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ ട്രോളിംഗ് കാലഘട്ടത്തിലൊക്കെ ഇതുപോലെ ഫാമുകളിൽ നിന്ന് വരുന്ന ഫാമിൽ നിന്ന് വരുന്ന അധികം ഞങ്ങൾ ഇതുള്ളത് തമിഴ്നാട്ടിൽ നിന്നായിരിക്കും. സൗത്ത് തമിഴ്നാട്ടിൽ നിന്നായിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ്. ഇതൊരു 50 കൗണ്ടാണ്. 50 കൗണ്ട് പെർ കിലോഗ്രാം. ഇത് പലയിടത്തും പോകുന്നത്. ഇതിപ്പോൾ പീൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് മാർക്കറ്റ് USA ആണ്. ഈ കണ്ടീഷനാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വളരെയധികം ഇതിനെ ആസ്വദിക്കുന്നു. അവർക്ക് ഈ ഓൺലൈൻ നമ്മുടെ നാട്ടിലും കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് ലഭ്യമാണ്. ഇത് ചെറിയൊരു വോള്യൂമാണ്. ഇവിടെ ഡെയിലി ഒരു ഫാക്ടറിയിൽ ബിറ്റ്വീൻ 5 to 10 ടൺസ് മെറ്റീരിയൽ ഞങ്ങൾ ഈ ഫാക്ടറിയിൽ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതെ. വെനമായി ചെമ്മീനിന്റെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടു, കർഷകരിൽ നിന്ന് ശേഖരിച്ച ചെമ്മീൻ അവിടെ ഒരു സ്ഥലത്ത് ചില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ നിന്ന് നേരെ ഈ ഒരു യൂണിറ്റിലെത്തും. ഇവിടെയാണ് ഇത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്യുന്ന ഒരു സെക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ഇതിപ്പോൾ ഈ നേരെ ഇവിടെ ക്ലീനിങ് ആയിരിക്കും. അതെ, ക്ലീനിങ് കഴിഞ്ഞ് ഗ്രേഡിംഗ് ഇവിടെയാണ് ചെയ്യുന്നത്. ഈ ഗ്രേഡിംഗ് ടേബിളായിട്ട് വരും. ഇവിടെ അതിനെ സൈസ് ചെയ്യും. അതിന്റെ പെർ കിലോഗ്രാം സൈസ് അത് ഇവിടെ അത് സെപ്പറേറ്റ് ചെയ്യും. അതിന് ഓരോ സൈസ് ഓരോ വലുപ്പത്തിലുള്ളത് ഓരോ സെറ്റ് അങ്ങനെയാണ്. അതെ.
അപ്പോൾ ഇത് വേറെ ഇതൊന്നും റിമൂവ് ചെയ്യുന്നു വേണ്ട കൈ ഇല്ല. ഇതിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഓർഡർ ഉള്ളത് ഹോൾ ചെമ്മീനാണ്. അപ്പോൾ ഇത് ക്ലീനിങ് അല്ല, ഈ ചെമ്മീൻ ഓടെയാണ് പോകുന്നത്. അതായത് അപ്പോൾ കസ്റ്റമേഴ്സിന്റെ ആവശ്യം അതുപോലെയാണ് ഇവിടെ പ്രോസസ് ചെയ്യുന്നത്. അതെ, കസ്റ്റമേഴ്സിന് ഓരോ ആവശ്യങ്ങളനുസരിച്ചാണ്. ഇവിടെ ഏതൊക്കെ ഫിഷുകളാണ് വരുന്നത്? ഫിഷ് ഐറ്റംസ് ഏതൊക്കെയാണ് വരുന്നത് ശരിക്കും? ഇവിടെ സീസൺ അനുസരിച്ചാണ്. ഇവിടെ കൂടുതലും കൂന്തൽ കണവ സീസൺ ആകുമ്പോൾ അത് കുറച്ചുണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾ ഓക്ടോപ്പസ്, അതിവിടെ ഒരു മെയിൻ ഒരു ഐറ്റമാണ്. പിന്നെ അതുകൂടാതെ പലതരം മീനുകൾ. ഇപ്പോൾ ടൂണ സീസൺ ആണെങ്കിൽ ടൂണ ഒരു വേഴ്സറ്റൈൽ ഫാക്ടറിയാണ്. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും ഇവിടെ ചെയ്യാം. ഏത് മീൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വേൾഡ് മാർക്കറ്റിൽ? അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചെമ്മീന് നല്ല ഡിമാൻഡ് ഉണ്ട്. അതാണ് ഇവിടെ ഇപ്പം മെയിൻ ഐറ്റമായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇത് ഗ്രേഡിംഗ് കഴിഞ്ഞ് ഇവിടെ നേരെ ഇതിന്റെ പേയ്മെന്റാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എത്ര കെജിയാണ്? ഇത് 1 കിലോന്റെ പാക്കറ്റാണ്. 1 കിലോന്റെ ഈ പേയ്മെന്റ് കഴിഞ്ഞ് അത് ഇവിടെ ഞങ്ങൾ സെറ്റിംഗിന് കൊണ്ടുവരും. അതെ, അതാണ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞത്. അതിന്റെ മറ്റേ വലിപ്പം അനുസരിച്ച് ഞങ്ങൾ ഓരോ ഗ്രേഡിൽ ഞങ്ങൾ അതിന് ഇതാക്കും. ഇപ്പോൾ 30-40 കൗണ്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ 30-40 കൗണ്ടിന്റെ ഇടയ്ക്ക് വരുന്ന ചെമ്മീൻ, അല്ലെങ്കിൽ 40-50 ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ 40-60 ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 40-60 കൗണ്ടിന്റെ ഇടയ്ക്ക് വരുന്ന ചെമ്മീൻ. അപ്പോൾ അങ്ങനെ അതിനെ ഗ്രേഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അതിന് പേയ്മെന്റ് എടുക്കും 1 കിലോഗ്രാം നെറ്റായിട്ട്. അതെ, ഇത് ഫ്രീസിങ്ങിന് മുമ്പുള്ള പ്രോസസ് സെറ്റിംഗ് ആണ്. അത് വളരെ നീറ്റായിട്ട് അതിന്റെ ഗ്രേഡ് അനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ്. അതിനെ നേരെ ആ ട്രോളിയിലേക്ക് അതിനെ പ്ലേസ് ചെയ്യും. അത് ട്രോളിയിൽ പ്ലേസ് ചെയ്തിട്ടാണ് ആ ട്രോളി ഫ്രീസറിനുള്ളിൽ കയറ്റും. 100-ന് അടുത്തുണ്ട്. ഇവിടെ യൂഷ്വലി ഒരു ഡേ ടൈം എന്ന് വെച്ചിട്ടാണ് ഇതാകുന്നത്. അധികം ലേഡി സ്റ്റാഫ്സ് ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ഫിഷ്. അതിപ്പോൾ ഓരോ മീൻ, ഇപ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രോസസ് ഇതാണ്. ഓരോ മീനും ഓരോ തരം സീ ഫുഡ് ആവും ഇവിടെ തന്നെ ചെയ്യും. അത് ഓരോ സമയത്താണ് ചെയ്യുന്നത്, എല്ലാം ഒരുമിച്ച് ചെയ്യില്ല. അത് ഓരോ പ്രോസസ്സ്, ഓരോ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊഡക്റ്റിനെ ഹാൻഡിൽ ചെയ്യും. അല്ല, ഫ്രീസറിനുള്ളിലേക്ക്. അതെ, ആഫ്റ്റർ ഫ്രീസിങ് -45 നടക്കുന്നത്. അത് ഫ്രീസിങ് കഴിഞ്ഞ് അതിൻ്റെ കോർ ടെമ്പറേച്ചർ ഒരു -20 എത്തുമ്പോഴാണ് ഞങ്ങൾ അതിനെ കോൾഡ് സ്റ്റോറിൽ വെക്കുന്നത്. കോൾഡ് സ്റ്റോർ ടെമ്പറേച്ചർ -20 ആണ്. അപ്പോൾ ഇത് രണ്ട് പ്രോസസ്സാണ്. ഫ്രീസിങ് ഇസ് എ സെപ്പറേറ്റ് പ്രോസസ് ഫ്രം കോൾഡ് സ്റ്റോറേജ്. അത് അറൗണ്ട് 3 to 4 hours ആണ് ഫ്രീസിങ് ടൈം. ഫ്രീസിങ് കഴിഞ്ഞ് അതിനെ പാക്ക് ചെയ്യും. അതിനെ മറ്റേ ഫുൾ കാർട്ടണിലും മറ്റേ പ്ലാസ്റ്റിക്കിലായിട്ട് അതിനെ കവർ ചെയ്ത് പാക്ക് ചെയ്യും. എന്നിട്ടാണ് അതിന് കോൾഡ് സ്റ്റോറിൽ വെക്കുന്നത്. കോൾഡ് സ്റ്റോറിൽ പിന്നെ അത് സ്റ്റോറേജ് ആണത്. അത് കഴിഞ്ഞ് കൺസ്യൂമറിന് എത്തുന്നവരെ ആ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഞങ്ങളത് പുറത്തേക്ക് എടുത്ത് അത് ഡീഫ്രോസ്റ്റ് ചെയ്യാറില്ല. അതിന് ആ ടെമ്പറേച്ചറിൽ തന്നെ വെക്കും. അതിന് ഗ്ലോബലി 18 മാസം വരെ ഷെൽഫ് ലൈഫ് ഉണ്ട്. അതെ, ആ -20 ഓൾഡ് ആണെങ്കിൽ ഒരു 18 മാസം നമുക്ക് ഷെൽഫ് ലൈഫ് ഉണ്ട്. അതെ, എല്ലാത്തിൻ്റെയും ഇവിടെ ക്വാളിറ്റി ചെക്ക് നടക്കും. ഇവിടെ വെള്ളം ശുദ്ധീകരിച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റം വഴി നമ്മൾ അത് ശുദ്ധീകരിക്കുന്ന വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് WHO സ്റ്റാൻഡേർഡിന് പുറമെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിനെ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് വെള്ളമാണ് ഞങ്ങളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതെ, എല്ലാ സജ്ജീകരണമുണ്ട്. അത് കൂടാതെ ഞങ്ങളുടെ ഇവിടെ ഒരു ലബോറട്ടറി ഉണ്ട്, ഇൻഹൗസ് ലാബോറട്ടറി. ടെസ്റ്റിംഗ് എല്ലാം ഇവിടെ തന്നെ ചെയ്യും ബൈ ക്വാളിഫൈഡ് പ്രൊഫഷണൽസ്. അവർ വന്ന് ഇതിൻ്റെ എല്ലാം ബാക്ടീരിയ, ബാക്കിയുള്ള എല്ലാം കെമിക്കൽ കണ്ടാമിനേഷൻ ഉണ്ട്, എല്ലാവരും ഇവിടെ തന്നെയാണ് അത് ചെക്ക് ചെയ്യുന്നത്. അതെ, വളരെയധികം ഇമ്പോർട്ടൻറ്റ്. അതെ, ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇതേ സെയിം ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഞങ്ങൾ എത്തിച്ചത്.
എക്സ്പോർട്ട് യൂണിറ്റ് ആയതുകൊണ്ട് ബയേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചാണ് ഇവിടെ ഓരോ ഫിഷും സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇവർക്ക് ഒരു എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചെമ്മീനാണ്. അപ്പോൾ ഇത് അവരുടെ ആവശ്യം അനുസരിച്ച് ഇതുപോലെ സെറ്റ് ചെയ്തു 1 കിലോഗ്രാമിൻ്റെ ഓരോ കാർട്ടണിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് ഇവിടെ നിന്ന് നേരെ ഫ്രീസറിലേക്കാണ് പോവുക. ഇതുപോലെ സെറ്റ് ചെയ്ത ശേഷമാണ് ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുക. ഫ്രീസറിൽ ഏകദേശം ഒരു 3 മണിക്കൂർ ഇരിക്കുമ്പോൾ ഇത് ഫുൾ പാക്ക് ചെയ്യാനായിട്ട് റെഡിയാവും. ഫ്രീസിംഗ് സിസ്റ്റമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് നമുക്ക് ചോദിക്കാം. ഏതൊക്കെയാണ് 3 ഇവിടെ ഇരിക്കുന്നത് ടണൽ ഫ്രീസർ. അതെ, അത് ടണൽ ഫ്രീസർ ആണ്. അതെ. പിന്നെ ഉള്ളത് പ്ലേറ്റ് ഫ്രീസർ. ഇത് പിന്നെ ടണൽ ഫ്രീസർ നമ്പർ 2. പിന്നെ ഇവിടെ ഇരിക്കുന്നത് സ്പൈറൽ ഫ്രീസർ. ഈ 3 തമ്മിൽ എന്താ വ്യത്യാസം? ഇത് 3 തരമായിട്ട് ഫ്രീസ് ചെയ്യാം. ടണൽ ഫ്രീസർ മെയിൻ ആയിട്ട് നമുക്ക് വലിയ മീൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻഡിവിജ്വൽ ബ്ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ബാച്ച് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീസറാണ് ടണൽ ഫ്രീസർ. പ്ലേറ്റ് ബേസിക്കലി നമുക്കൊരു ബ്ലോക്ക് ബ്രിക്ക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതെ, അതിൻ്റെ ഒരു ബ്ലോക്ക് ബ്രിക്ക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അത് കൂടാതെ സ്പൈറൽ ഫ്രീസർ ഉള്ളത് ഓരോ ഐറ്റം ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഫ്രീസ് ആക്കിയെടുക്കാം. ഇൻഡിവിജ്വലി ക്വിക്ക് ഫ്രോസൺ. ഇപ്പോൾ ഓരോ ഐറ്റം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നെങ്കിൽ അത് സ്പൈറൽ ഫ്രീസറിൽ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ചെമ്മീൻ ഇത് ആദ്യം ഇപ്പോൾ ഇതിൽ ഏത് ഫ്രീസറിൽ ആദ്യം വെക്കുക? ടണൽ ഫ്രീസറിലേക്ക് പോകുന്നത്. അതൊരു ബാച്ച് ഫ്രീസിംഗിലായിരിക്കും പോകുന്നത്. ഇതിപ്പോ 3 മണിക്കൂർ ഫ്രീസ് ആയി. അതെ. ഇനി ഇത് അടുത്ത പാക്കിംഗിൽ പോകും. അടുത്തേക്ക് പാക്കിംഗ്. അതിന് ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലേസ് കൊടുക്കും. അതിന് ഒരു ലെയർ ഓഫ് ഐസ് പോവാതിരിക്കാൻ വേണ്ടി. അതുള്ളത് തണുപ്പ് പോകാൻ അത് പ്രൊഡക്റ്റ് കോൾഡ് സ്റ്റോറിൽ ഇരുന്ന് ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടി. അതിന് ഓരോ കവറിലായിട്ട് പാക്ക് ചെയ്യും. ഇത് വെറും സാധാ വെള്ളം. ഇത് സാധാരണ വെള്ളം, അതിൽ ശുദ്ധീകരിച്ച വെള്ളം. ഇങ്ങനെ പാക്ക് ചെയ്തതിനു ശേഷം അടുത്ത കോൾഡ് സ്റ്റോറേജ്. അതെ, അതിന്റെ മറ്റേ കാർട്ടൺസിൽ പാക്ക് ചെയ്ത്. ഇതിപ്പോ ഇതിന് വേണ്ട കാർട്ടൺസ് ഒക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ? അതെ. അതപ്പോ എവിടെയാ? അത് വേറൊരു ഫാക്ടറിയാണ്, ഞങ്ങളുടെ ഇൻ ഹൗസ് ഫാക്ടറിയാണ്. സാധാരണ എല്ലാവരും ഈ കാർട്ടൺസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ സ്വന്തമായി അങ്ങനെ ചെയ്യുന്നത്? ആ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പാക്കേജിംഗ് മെറ്റീരിയൽ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് തന്നെ ഉൽപ്പാദിക്കും. മൊത്തം ഈ കവർ ക്വാളിറ്റി കവർ അല്ല എല്ലാം. ഇതെന്താ മൈക്രോ സ്കാൻ മെറ്റൽ ഡിറ്റക്ടർ? ഇതുള്ളത് വല്ല മെറ്റാലിക് കണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ വല്ല മെറ്റൽ പീസസ് വല്ല ഇതിൽ അബദ്ധവശാലൊന്ന് പോയാൽ ഡിറ്റക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇതിലൂടെ കടത്തി വിടും. അതെ, ഇതിൽ നിന്ന് കടത്തി വിട്ടുള്ളൂ. അതിൻ്റെ കസ്റ്റമറിന് ഇനി ബൈ ചാൻസ് വല്ല മെറ്റൽ പീസസ് ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥ. ഇവിടെ ഇപ്പോൾ ഈ ഒരു യൂണിറ്റിൽ എത്ര ക്വാണ്ടിറ്റി ഒരു ദിവസം പ്രോസസ്സിംഗ് പാക്കിംഗ് നടക്കും? പീക്ക് സീസണിൽ ഒരു 30,000 കിലോ ഡെയിലി ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതെ. ഇതെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ തന്നെ? അതെ, അത് ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്? ഇവിടെ ഉള്ളത് എല്ലാം 2 മണിക്കൂർ വീതം വർക്കേഴ്സിൻ്റെ ഹാൻഡ്സ് ശുദ്ധീകരിക്കും. അതുള്ളത് ഞങ്ങൾ അതിൻ്റെ ആ വാഷിങ്ങും ക്ലീനിങ്ങും അതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന വെള്ളം, ഇവിടെ യൂസ് ചെയ്യുന്ന ഐസ് എല്ലാം സുപ്പീരിയറായിട്ട് ശുദ്ധീകരിച്ചതാണ്. റിവേഴ്സ് ഓസ്മോസിസ് വഴി ഞങ്ങൾ ശുദ്ധീകരിച്ച വെള്ളമാണ് ഇവിടെ ഐസ് ഉൽപ്പാദനത്തിനും വാഷിങ്ങിനും എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഇതുപോലെ 3 മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിച്ച ശേഷം ഇതുപോലെ ഇവിടെ വന്ന് ഇത് ഓരോ കാർട്ടണിലായിട്ട് പാക്ക് ചെയ്യും. ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന കാർട്ടണും ഇവർ തന്നെ നിർമ്മിക്കുന്ന കവറെല്ലാമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ എക്സ്പോർട്ട് യൂണിറ്റ് ആയതുകൊണ്ട് ക്വാളിറ്റി ഇസ് മസ്റ്റ്. സോ അതുകൊണ്ട് ഇവർ ആ ഒരു ക്വാളിറ്റി മെഷേഴ്സ് ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പാക്കിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. ഇവിടെ നിന്ന് ഇത് പാക്ക് ചെയ്ത് നേരെ കോൾഡ് സ്റ്റോറേജിൽ പോകുന്നു. അവിടെ നിന്നാണ് ഇത് എക്സ്പോർട്ടിന് പോകുന്നത്. കോൾഡ് സ്റ്റോറേജിൽ ഇപ്പോൾ എത്ര ദിവസം വേണമെങ്കിൽ അത് നമുക്ക് സൂക്ഷിക്കാം. അത് ഒരു കാലാവധി ഉണ്ട് ഓരോ ഫിഷിനും. അതനുസരിച്ച് അത് കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ച് അവിടെ നിന്നും അത് എക്സ്പോർട്ടിന് കണ്ടെയ്നർ വഴി എക്സ്പോർട്ട് ചെയ്യുന്നു.
വലിയ ഫിഷ് ഒക്കെ എന്ത് ചെയ്യും? വലിയ ഫിഷ് ഇവിടെ ഇപ്പോൾ അതിന് ഒരു സ്ലൈസിങ്, അതിന് സ്റ്റേക്ക് ആക്കുന്ന ഒരു സംവിധാനം ഉണ്ട് ഇവിടെ. ഇവിടെ വരുന്ന വറ്റ അല്ലെങ്കിൽ ഞങ്ങളുടെ നെയ്മീൻ, ആ വക നമ്മുടെ കണവ, കലവ, വെയിറ്റ് കൂടിയ മീനുകൾ, ഒരു 2 കിലോ മേപ്പോട്ടുള്ള മീനുകളാണ് ഇവിടെ ഇപ്പോൾ കട്ടിങ് കൊണ്ടുവരുന്നത്. അത് ആസ് പെർ ബയേഴ്സ് ഓർഡേഴ്സ് ആണ് അതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് നെയ്മീൻ, ഞങ്ങളുടെ ഐക്കോറ. അതിന്റെ ആ മെഷർമെന്റ് അവിടെ ആ സൈഡിലെ ഗാർഡ് വെച്ചിട്ടാണ് അതിന്റെ മെഷർമെന്റ് എടുക്കുന്നത്. ഇത് നെയ്മീൻ, നമ്മുടെ ഐക്കോറ എന്നും പറയും. ഇത് -45 വെച്ച്. ഇതൊരു 3-4 മണിക്കൂർ ഞങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അത് അതിന്റെ വലിപ്പം അനുസരിച്ച് അതിന്റെ ഫ്രീസ് സമയം കൂടുകയും കുറയുകയും ചെയ്യും. അതിന്റെ ആ ഷേപ്പ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ, പൊടിയാതിരിക്കാനായിട്ട് ഈ ഫ്രോസൺ ആണ് കുറച്ചും കൂടെ. ഇത് ഗ്രേഡ് ചെയ്ത് ഇതിനെ പാക്ക് ചെയ്യും. അതേപോലെ ഇതുള്ളത് കണവ, കട്ടിൽ ഫിഷ് എന്ന് പറയുന്നത്. ഇത് മൊത്തം ക്ലീൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഇതല്ലേ? ഇത് ഫുൾ ക്ലീൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. അതെ, ഈ യൂണിറ്റിൽ ഇപ്പൊ കണവയാണ് ഇപ്പൊ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എവിടുന്ന് വരുന്നതാ? ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ്. ഇപ്പൊ ഇവിടെ ട്രോളിംഗ് ബാൻ ആയതുകൊണ്ട് ഈസ്റ്റ് കോസ്റ്റ് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് വരുന്നത്. പക്ഷെ നല്ല രീതിയിൽ അത് നല്ല വലുപ്പമുണ്ടല്ലേ? അതെ, ഇതിനേലും വലുപ്പം ഉണ്ടാവും. ഇത് ക്ലീൻ ചെയ്യുന്ന സ്ഥലം. അതെ, ഇതിപ്പോ ഓരോ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതെ, അത് ഓരോ ടീമിന് ഇതായിട്ടാണ് കൊടുക്കുന്നത്. ഇതെങ്ങനെയൊക്കെയാ അതിന്റെ ഒരു ക്ലീനിങ് പ്രോസസ് എങ്ങനെയൊക്കെയാ? വളരെ സിമ്പിൾ. അതിന്റെ സ്കിൻ റിമൂവ് ചെയ്യും, അതിന്റെ ഇന്റേണൽ ഓർഗൻസ് റിമൂവ് ചെയ്യും, അത് ജസ്റ്റ് പ്ലെയിൻ മീറ്റ് ആക്കിയിട്ട് എടുക്കും. അതിന്റെ കണ്ണ്, അതിന്റെ മൗത്ത് എല്ലാം റിമൂവ് ചെയ്തിട്ടാണ് അതിനെ ക്ലീൻ ആക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും അല്ലേ? ഇതാണ് ഒരു ക്ലീൻ കട്ട്. ഫുൾ വൈറ്റ് ആയി. അതെ, ക്ലീൻ വൈറ്റ്. മെയിനായിട്ട് ഇപ്പോൾ നമ്മളിവിടെ ട്രോളിംഗ് ആയതുകൊണ്ട് എവിടെ നിന്നൊക്കെയാണ് ഫിഷ് വരുന്നത്? ഇപ്പോൾ ഇതുള്ളത് ഈസ്റ്റ് കോസ്റ്റിൽ നിന്നാണ്. നമ്മുടെ കന്യാകുമാരി മുതൽ ആന്ധ്ര, ഒറീസ മൊത്തം ഇവിടെ ഇങ്ങോട്ട് ഫിഷ് വരും. പക്ഷേ ഇത് മെയിനായിട്ട് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അത് അവിടുന്ന് നമുക്ക് ഡിമാൻഡ് അനുസരിച്ച് അവരോട് പറയും. അതെ, ഇതൊരു കണ്ടിന്യൂസ് ഒരു ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാ സീസണിലും വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കണവ ഫുൾ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഒരു 24 മണിക്കൂറിന്റെ പ്രോസസ്സാണ്. വൺ ഡേ പ്രോസസ്. ബയേഴ്സ് മെയിനായിട്ട് എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കാറ് ഇങ്ങനെ ഒരു ഓർഡർ തരുമ്പോൾ? അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി അവർ വളരെയധികം സൂക്ഷിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇത് യൂറോപ്യൻ യൂണിയനിലോട്ട് ആകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറേ അധികം ഞങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ അത് ഏറ്റവും പുറമെ ഞങ്ങൾ അതിന് ഐസും വെള്ളമാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം ഞങ്ങൾ സൂക്ഷിക്കുന്നത്. പിന്നെ വർക്കേഴ്സ് ഹെൽത്ത്, വർക്കേഴ്സ് യൂസ് ചെയ്യുന്ന അവരുടെ ഹാൻഡ്സ് ഒക്കെ ക്ലീൻ ആണ്. ഐസൊക്കെ ഇവിടെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നത്? അതെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിക്കുന്നത്. അത് റിവേഴ്സ് ഓസ്മോസിസ്, ഇത് ഞങ്ങൾ ശുദ്ധീകരിച്ച വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഐസ്. അല്ല, ഞങ്ങൾ വലുപ്പത്തിന്റെ കാര്യത്തിലൊക്കെ അവര് സൈസ് അനുസരിച്ചാണ് ഇതിന്റെ വിലയുള്ളത്. വലുപ്പം അനുസരിച്ചാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഹാൻഡ് വാഷ് ടൈം ഇവിടെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഇവിടെ എല്ലാ ജീവനക്കാരും കൈ കഴുകും. അതിനുള്ളൊരു ബെല്ലാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സീ ഫുഡ് ഐറ്റംസ് അത് ടെസ്റ്റിന് വിധേയമാക്കിയ ശേഷം അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കിയ ശേഷമായിരിക്കും പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് പോവുക. അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത് അത് ഫ്രോസൺ ചെയ്ത അവസ്ഥയിലും അത് ടെസ്റ്റിന് വിധേയമാക്കും. അങ്ങനെ ക്വാളിറ്റി ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും ഇത് എക്സ്പോർട്ടിങ്ങിന് അയക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ടെസ്റ്റിംഗ് രീതികളെക്കുറിച്ചും അത് എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ പേര് എങ്ങനെയാണ്? വിജി. ഓക്കെ, വിജി, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടെസ്റ്റിംഗ് രീതികളൊക്കെ?
റോ മെറ്റീരിയൽ പ്ലാന്റിൽ എത്തുന്ന സമയം മുതൽ ഷിപ്മെൻറ്റ് വരെ ഓരോ സ്റ്റെപ്പും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് സേഫായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതനുസരിച്ചുള്ള ടെസ്റ്റിങ്ങും ഡോക്യുമെൻറ്റേഷനുമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സീ ഫുഡ് ഐറ്റംസ് അത് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് എന്തൊക്കെയാണ് ആ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സ്? ടെസ്റ്റിംഗ് പ്രോസസ്സ് മൈക്രോബയോളജിക്കൽ ടെസ്റ്റിംഗ് ഉണ്ട്, അത് ഇൻ ഹൗസാണ് ചെയ്യുന്നത്. കെമിക്കൽ ടെസ്റ്റ്, അതായത് ഇപ്പോൾ ഓരോ കൺട്രി അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ നോൺ യുയിലേക്കും യുയിലേക്കും ഷിപ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോ കൺട്രിക്കും ഓരോ റിക്വയർമെൻ്റ് ആണുള്ളത്. അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റിനും ഓരോ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉള്ള കെമിക്കൽ ടെസ്റ്റ് നമ്മൾ ഔട്ട്സൈഡ് ലാബിലാണ് ചെയ്യുന്നത്. മൈക്രോബയോളജി നമ്മൾ ഇൻ ഹൗസ് ലാബിൽ ചെയ്യും. ഈ ഒരു ഇൻ ഹൗസ് ലാബിൽ ചെയ്യുന്ന ആ ഒരു ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇൻ ഹൗസ് ലാബിൽ ഇപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ വരുമ്പോൾ തന്നെ സാമ്പിൾ ഡ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ ലൈനിൽ പോകുന്ന മെറ്റീരിയൽ, ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, ഇത് നമ്മൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് സാമ്പിൾ എടുക്കും. എന്നിട്ട് ഇവിടെ ലാബിൽ വന്നിട്ട് അതിൻ്റെ TPC മീൻസ് ടോട്ടൽ പ്ലേറ്റ് കൗണ്ട്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് പെർ ഗ്രാം ഓഫ് ദി പ്രോഡക്റ്റ്, അത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ പേഴ്സണൽ ഹൈജീൻ ചെക്ക് ചെയ്യാൻ വേണ്ടി അത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ഓർഗാനിസം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈക്കോളൈ, എസ്കരീഷ്യ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടറും ഐസും, നമ്മൾ പ്രോഡക്റ്റിന് ഉപയോഗിക്കുന്ന വാട്ടറും ഐസും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പോർട്ടബിലിറ്റി ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അതിൽ നടത്തുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ഫൈനൽ പ്രോഡക്റ്റിൽ നടത്തുന്ന ടെസ്റ്റുകൾ TPC, ഇപ്പോൾ ഞാൻ പറഞ്ഞ TPC ടോട്ടൽ പ്ലേറ്റ് കൗണ്ട്, പിന്നെ ടൈഫോയിഡ് കോസിങ്, സാൽമണല്ല, കോളറെ കോസിങ്, വിബ്രിയോ കോളറെ, അതുപോലെ തന്നെയുള്ള വിബ്രിയോ പാരാഹീമോലിറ്റിക്കസ് എന്ന് പറയുന്ന ഓർഗാനിസം, അത് സോൾട്ട് ടോളറൻ്റ് ആണ്, മറൈൻ എൻവയോൺമെൻറ്റിൽ കാണുന്നതാണ്. അപ്പോൾ അത് നോക്കുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, എസ്കരീഷ്യ കോളൈ, ഇത്രയും ബാക്ടീരിയയാണ് നമ്മളിവിടെ ഇൻ ഹൗസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെസ്റ്റിങ്ങിലൂടെ അത് ആ ഒരു മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. നമ്മളത് റിജക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ചില ബാക്ടീരിയ നമുക്ക് റീവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഓർഗാനിസം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് റീവർക്ക് ചെയ്യാം. പക്ഷെ അത് ഇപ്പം ചിലത് കുക്കിങ്ങിലൂടെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. റീപ്രോസസ്സിങ് വഴി നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളത് റീപ്രോസസ്സ് ചെയ്യും. ഇതൊരു 3000 ടൺ കോൾഡ് സ്റ്റോറാണ്. കോൾഡ് സ്റ്റോറേജിൽ നിന്ന് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെയ്നറിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. കോൾഡ് സ്റ്റോറേജിൽ നിന്ന് ഇവർ പാക്ക് ചെയ്ത് ഇവിടെ വെൽ പാക്ഡ് ആയിട്ടുള്ള പാക്കറ്റ്സ്, ഇതിപ്പോൾ പുറത്ത് കണ്ടെയ്നർ ഉണ്ട്, അതിലേക്ക് കൊണ്ടുപോയി കയറ്റും. പാക്ക് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ കണ്ടെയ്നറിൽ കയറ്റിയിട്ട് എക്സ്പോർട്ടിന് പോകുന്നത്. ഇത് ഈ ഒരു ടെമ്പറേച്ചർ, ഇപ്പോൾ ഇത് ഫ്രീസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ തന്നെ ഇത് ഓൾ ഔട്ട് ബയറിൻ്റെ കയ്യിൽ എത്തുന്നത് വരെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും. എങ്കിൽ മാത്രമാണ് ഇത് 1.5 വർഷത്തോളം കേടുകൂടാതിരിക്കുക. ആയിരത്തി 1931 ആദ്യമായി എൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ ബിസിനസ് തുടങ്ങുകയും അത് അന്ന് ഉണക്ക പരിപ്പ് എക്സ്പോർട്ട് ചെയ്താണ് തുടങ്ങിയത്. അതിൻ്റെ പല വകഭേദങ്ങളും എക്സ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് പക്ഷേ എക്സ്പോർട്ട് എന്ന് പറയാൻ കഴിയില്ല, കാരണം ഇത് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് കീഴിലുള്ള ബർമ, ഹോങ്കോങ്, സിംഗപ്പൂർ മുതലായ സ്ഥലങ്ങളിലേക്കാണ് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു ഡൊമസ്റ്റിക് ബിസിനസ്സായിട്ടേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാനിങ് തുടങ്ങി. അപ്പോഴാണ് നമ്മൾ എക്സ്പോർട്ട് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ക്യാനിങ് മാറി അത് ഫ്രോസണായി. അപ്പോൾ ഫ്രോസണിൽ തന്നെ ഞങ്ങൾ പ്ലേറ്റ് ഫ്രീസിങ് ആദ്യമായിട്ട് തുടങ്ങുകയും പിന്നെ അതിൻ്റെ പല വകഭേദങ്ങളായിട്ട് IQF മെഷീൻസൊക്കെ സ്ഥാപിച്ച് അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു ഏകദേശം 1975-76 അപ്പോൾ അന്ന് ചെമ്മീൻ കൂടാതെ സ്ക്വിഡ്, കട്ടിൽ ഫിഷ്, അതായത് കണവ, കൂന്തൽ അങ്ങനെയുള്ള സാധനങ്ങളുടെ എല്ലാം എക്സ്പോർട്ട് തുടങ്ങുകയും അത് പല വിധത്തിലും പിന്നെ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് മാറി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജനറലി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ
ഒരു 75% യൂറോപ്പിലേക്കാണ് ഷിപ്പ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ അമേരിക്ക, ജപ്പാൻ, പിന്നെ പുതിയ പല രാജ്യങ്ങളും, അതായത് പിന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് കുറേ പോകുന്നുണ്ട്. പിന്നെ ഫാർ ഈസ്റ്റ് ഒരു വലിയ മാർക്കറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് അബാദിൻ്റെ കേരള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സീ ഫുഡ് ഐറ്റംസ്. ഇത് സീ സ്പാർക്കിൾ എന്നൊരു ബ്രാൻഡിലാണ് വരുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ബ്രെഡഡ് സ്ക്വിഡ് റിങ്സ്, ബ്രെഡഡ് ഫിഷ് ഫിംഗേഴ്സ്, അങ്ങനെ റെഡി ടു ഫ്രൈ ഐറ്റംസും ഒപ്പം റെഡി ടു കുക്ക് ഐറ്റംസുമാണ്. ഇതിപ്പോൾ ഇവരുടെ സ്വന്തം ഔട്ട്ലെറ്റിലൂടെയും ഒപ്പം സൂപ്പർ മാർക്കറ്റിലൂടെയുമാണ് നമുക്ക് ലഭ്യമാവുക. നമ്മുടെ മത്സ്യ സമ്പത്ത് അത് ലോക മാർക്കറ്റിലേക്ക് എങ്ങനെ എത്തുന്നു, അതാണ് അബാദ് ഫിഷറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലൂടെ നമ്മൾ കണ്ടത്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു ഉൽപാദന യൂണിറ്റുമായി മേക്ക് ഇൻ കേരള വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.